കരഞ്ഞിട്ടാണ് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്. ഭക്ഷണം വായിൽ വെക്കുമ്പോൾ ഞാൻ കരഞ്ഞിട്ട് ഇറക്കാൻ പറ്റാതിരിക്കുന്ന ഡോക്ടറിൻ്റെ വാക്കാണ് എന്നെ രക്ഷിച്ചത്. ഞാൻ ഇനിയും എത്രയോ കാലം ജീവിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം. ക്യാൻസർ പേഷ്യൻസിന് ധൈര്യമായി ഡോക്ടറെ അടുത്ത് വരാം. 100% ഞാൻ സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റ് എന്നുള്ള രൂപത്തിൽ പൂർണ്ണ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ന്യൂട്രീഷൻ ചികിത്സയിലൂടെ വിപ്ലവം സൃഷ്ടിച്ച പ്രശസ്തനായ ഡോക്ടറാണ് ഡോക്ടർ എ ശ്രീകുമാർ. അദ്ദേഹവുമായി കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് ഞാനൊരു ഇൻ്റർവ്യൂ നടത്തിയത്. ആ ഇൻ്റർവ്യൂ കണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ചികിത്സയ്ക്കെത്തിയത്. അങ്ങനെ ചികിത്സ തേടിയുള്ള ആളുകൾ, നിരവധി ആളുകൾ അസുഖം മാറി എന്നെ വിളിക്കുകയുണ്ടായി. അതിൽ ക്യാൻസർ പേഷ്യൻ്റ് മുതൽ സാധാരണ രോഗങ്ങൾ വരെയുണ്ട്. ഇപ്പോഴത്തെ ഡോക്ടർ ശ്രീകുമാർ നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. അതായത് ഡോക്ടർ ചികിത്സിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ ഡോക്ടറേക്കാൾ ആത്മവിശ്വാസം കൂടുതലാണ്. അതെന്തുകൊണ്ടാണ്? പ്രധാനപ്പെട്ടൊരു കാര്യം, ആ ഒരു രോഗം എന്നുള്ളൊരു പേരിനെ ഞാനങ്ങ് മാറ്റും. ആ ഒരു രോഗത്തിൻ്റെ ഒരു പേര് മാറുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിൽ സന്തോഷം വരും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതെന്തുകൊണ്ട് വന്നു എന്നുള്ളതിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ആ എക്സ്പ്ലനേഷൻ എനിക്കൊന്ന് ഏറ്റവും വലിയ മരുന്നെന്ന് പറയുന്നത് ആ ഒരു അതൊരു ചിലർ കൗൺസിലിംഗ് എന്ന് പറയും, പക്ഷേ അതൊരു എക്സ്പ്ലനേഷൻ, ശാസ്ത്രീയമായ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടിയാൽ അവരുടെ അസുഖം മാറും. പിന്നെ ഞാൻ എന്തെങ്കിലും കൊടുത്താൽ മതി. അവർക്ക് ആവശ്യമുള്ള അവർ തന്നെ ഇങ്ങോട്ട് പറയും, എനിക്ക് ഇന്ന വിറ്റാമിൻ വേണം, അല്ല ഇത് വേണം, ഇന്ന ന്യൂട്രീഷൻ വേണം, ആഹാരം. ഞാനൊരാളുടെ ആഹാരം മാറ്റാൻ പറയത്തില്ല. അവർക്കിഷ്ടമുള്ള ആഹാരം കഴിക്കണം. അതിനകത്ത് ഗുണവും പറയും, ദോഷവും പറയും. അതിനകത്ത് ദോഷം കറക്റ്റ് ചെയ്യാൻ വേണ്ടുന്നത് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. ഇല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആഹാര രീതി മാറ്റാൻ പറ്റും. പക്ഷേ ഇന്ന് ഏറ്റവും നല്ല ആഹാരം പോലെ ആഹാരമൊന്നുമില്ല. എല്ലാ ആഹാരത്തിലും വിഷമൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും നമുക്ക് ഇന്നത് കഴിക്കണമെന്ന് സ്പെസിഫൈ ചെയ്യാൻ പറ്റത്തില്ല. കഴിക്കുന്നവരോട് പറയും ഇന്നതൊക്കെ കഴിച്ചാൽ ഇന്നത്തെ ഗുണമുണ്ട്, ഇന്ന ദോഷമുണ്ട്. ഈ ദോഷം എങ്ങനെ? പക്ഷേ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞേച്ച് ശരീരത്തിന് ആവശ്യമുള്ളത് കൊടുക്കുമ്പം ഇവിടെ ഒരു തിരിച്ചറിവ് വരുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സ് പറഞ്ഞാലേ ശരീരം കേൾക്കുകയുള്ളൂ. പക്ഷേ മനസ്സ് പറയുമ്പം ശരീരം കേൾക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ആവശ്യമുള്ളത് കൊടുത്തിരിക്കണം. ഇതിന്ന് കൊടുക്കുന്നില്ല. ഇത് കൊടുക്കാതെ നമ്മൾ ഇത് പലതും ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പറയുന്നില്ല സ്ട്രെസ് ഫാക്ടർ വരുന്നത്. അന്നേരം പിന്നെ വിശ്വാസം പോകും. നമ്മൾ പണ്ട് പറയും വിശ്വാസമാണ് എല്ലാം എന്ന് പറയുമ്പോഴും വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സ് പറയുന്നത് ശരീരം ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ ഒരു ഏറ്റവും വലിയൊരു ഗ്യാപ്പാണ് ഇന്നുള്ളത്. കാരണം ഇന്ന് ഏത് ചികിത്സ എടുക്കുമ്പോഴും, ഇപ്പോൾ നൂതനമായ ചികിത്സയാണെങ്കിലും പരമ്പരാഗത ചികിത്സയിലും ഉള്ള ഡിഫക്റ്റ് ഇവിടെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നല്ലതാണെന്ന് പറഞ്ഞു വെച്ച് കൊടുത്തു കഴിയുമ്പോൾ മനസ്സിലറിയതുകൊണ്ട് ഗുണമൊന്നുമില്ല. അപ്പോൾ അവിടെ വെച്ച് പോയി ആ വിശ്വാസം പോവാണ്. പിന്നെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടൊക്കെ കഴിക്കുന്നു, ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതായത് ഡോക്ടർ വരുന്ന ആളുകളോട് കൃത്യമായി ഈ അസുഖം എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, ഇതെങ്ങനെ മാറ്റാം എന്ന് ഒരു ക്ലാസ് കൊടുക്കുന്നു. ആ ക്ലാസ്സിലേക്ക് അവർ എത്തിപ്പെടുമ്പോൾ തന്നെ അവർ ഓട്ടോമാറ്റിക് ആ അസുഖത്തെ മറക്കുന്നു. ഇത് ചികിത്സിച്ച് മാറ്റാം, വിശ്വാസം അവരുടെ ഉള്ളിൽ വരുന്നു. അത് തന്നെയല്ലേ ഡോക്ടർ വിജയം? അത് തന്നെയാണ്. കാരണം രോഗി എന്ന് പറയുന്നൊരു ആളില്ല എൻ്റെ മുമ്പിൽ. അവർക്കൊരു പ്രയാസം ഉണ്ടായി, ആ പ്രയാസത്തിന് എന്നെ കൊണ്ട് കഴിയാവുന്ന ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതിന് അവർ തന്നെ മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കും. ചിലപ്പോൾ ഞാൻ കൊടുക്കുന്നൊന്നും വേണമെന്നില്ല, അവർക്ക് തന്നെ മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കാം. അതായത് റേഡിയേഷനും കീമോതെറാപ്പിയും അടക്കമുള്ള സംഭവങ്ങൾ ചെയ്താലേ ക്യാൻസർ മാറൂ എന്ന് പറയുന്നിടത്ത് അതൊന്നുമില്ലാതെ നിഷ്പ്രയാസമാണ് ഡോക്ടറുടെ ന്യൂട്രീഷൻ ചികിത്സ കൊണ്ട് മാറ്റുന്നത്. അതിൻ്റെ അത്ഭുതം എന്താണ് ആക്ച്വലി? ഒരു റേഡിയേഷനും കീമോതെറാപ്പിയും ഒക്കെ ഒരു ഏറ്റവും വലിയ ടോക്സിക് ആയിട്ടുള്ള മരുന്നുകളാണ്. അതൊക്കെ പഠിച്ച് പാസ്സായി അതൊക്കെ ചെയ്യുന്നവരും ഇപ്പം ഞാനും ഒക്കെ അത് കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ അതിനകത്തൊക്കെ വ്യത്യാസം, അതിനകത്തെ വിഷാംശങ്ങൾ വളരെ കൂടുതലാണ്. അതെല്ലാവർക്കും അറിയാം. അത് ഉപയോഗിക്കാൻ കഴിവുള്ള ഒരാളാണ് അത് സ്പെഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ അടുത്തൊരു ചോദ്യം, ഇത് ഈ വ്യക്തിക്ക് വേണമോ വേണ്ടയോ എന്നുള്ളതാണ്. ആ തീരുമാനം എടുക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും അത് രോഗി തന്നെയായിരിക്കണം. രോഗിക്ക് വന്ന് പറയുകയാണ് എനിക്ക് റേഡിയേഷൻ വേണം എന്ന് പറയുകയാണെങ്കിലൊക്കെ എടുക്കണം. അല്ലെങ്കിൽ റേഡിയേഷനും കീമോതെറാപ്പിയെ പറ്റിയുള്ള ഒരു ബോധം അവർക്ക് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൊടുത്തതിന് ശേഷം എനിക്കൊരു റേഡിയേഷൻ കീമോ എന്നൊക്കെ പറയുന്നത് ഒരു ആയുധമാണ്. ആയുധം ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് രോഗിയാണ്. ഇന്ന് ഞങ്ങൾ പറയുന്നത് നമ്മൾ ഓർഡർ ഇടുകയാണ്, ഇന്നത് ചെയ്തേ പറ്റൂ.
എന്ന് പറയുന്നത് പകരം അവരിങ്ങോട്ട് തീരുമാനം അറിയിക്കും. അവരൊരു റേഡിയേഷനോ കീമോയോ സർജറിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരം അതിന് പ്രാപ്തരാകണം. ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ഇത് നാശമേ ഉണ്ടാക്കുള്ളൂ. കാരണം ആയുധം ഉപയോഗിക്കേണ്ട പട്ടാളക്കാർക്ക് ആദ്യം വേണ്ടത് ആരോഗ്യമാണ്. അതില്ലെങ്കിൽ ഈ ആയുധം ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ അവിടെ കൊടുക്കുന്നത് നല്ല ആരോഗ്യം വന്നു കഴിയുമ്പോൾ പലപ്പോഴും ആയുധം ഉപയോഗിക്കേണ്ടി വരത്തില്ല. ആയുധം കയ്യിൽ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ കാര്യമല്ലെങ്കിൽ പോലും ലോകത്ത് കാണുന്നത് ഇങ്ങനെയാണ്. പലരുടെ കയ്യിലും ആയുധമുണ്ട്, അവരുപയോഗിക്കാറില്ല. ആയുധം കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് അവരുടെ ആരോഗ്യം കൂടുകയും ചെയ്യത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ക്യാൻസർ മാറിയിട്ടുള്ള നെതർലാൻഡിൽ നിന്ന് വന്ന ഒരു യുവതിയുടെ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. എന്തൊരു ആത്മവിശ്വാസമായിരുന്നു പറയും. അതുപോലുള്ള നിരവധി ആളുകൾ ഇവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞ ശേഷം എന്നെ വിളിക്കുകയും എന്നെ നന്ദി അറിയിക്കുകയും ചെയ്തു ആ വീഡിയോയും. അപ്പോൾ ഈ ക്യാൻസറിനൊക്കെ റേഡിയേഷനും കീമോതെറാപ്പി ഉണ്ടായാലേ നടക്കുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്താണ് അതൊന്നുമില്ലാതെ ന്യൂട്രീഷൻ ചികിത്സയിലൂടെ ഇത് മാറ്റാമെന്ന് ഡോക്ടർ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ചോദിക്കുന്ന ചോദ്യം പലർക്കും അറിയാത്ത, ഇപ്പോഴും പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി, ഡോക്ടർ ആരാണ്? ഡോക്ടർ എന്താണ് പഠിച്ചത്? പലരും ഈ ന്യൂട്രീഷൻ ചികിത്സ എന്ന് പറഞ്ഞാൽ പലതരത്തിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് ന്യൂട്രീഷൻ ചികിത്സേൻ്റെ പേരിൽ. എന്താണ് ഡോക്ടർ MBBS പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. ഡോക്ടറുടെ വിദ്യാഭ്യാസത്തെ പറ്റി ഒന്ന് ഡോക്ടർ വിവരിക്കാമോ? ഞാൻ മോഡേൺ മെഡിസിനിൽ ഡിഗ്രി എടുത്ത ആളാണ്. MBBS ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പാസ്സായി. അതിനുശേഷം ENTയിൽ സ്പെഷ്യലൈസ് ചെയ്തു. ENTയിൽ സ്പെഷ്യലൈസ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നത് അതിൻ്റെ പല വിഭാഗങ്ങൾ ഞാൻ പോയി. അതായത് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ സർജറി. എനിക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനകത്തോട്ട് കുറച്ച് ഇതുണ്ടായിരുന്നുണ്ട്. ഇപ്പോൾ ക്യാൻസർ മാറ്റാമെന്നുള്ള കാര്യം. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിനകത്തോട്ട് ഞാൻ പല രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളിലേക്ക് ഇറങ്ങി. ഇനി ഇതൊക്കെ എടുക്കുന്നതിന് മുമ്പ് തന്നെ MBBS കഴിഞ്ഞതിന് ശേഷം ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ കംപ്ലീറ്റ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ജനറൽ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ 1 വർഷത്തോളം വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ കാർഡിയോതൊറാസിക് സർജറിയിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ന്യൂറോ സർജറിയിൽ വർക്ക് ചെയ്തു. അന്ന് വർക്ക് ചെയ്തവരെല്ലാം ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പ്രൊഫസേഴ്സ് ഇരിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ENT സെലക്ട് ചെയ്തു. കാരണം എനിക്ക് തോന്നുന്നത് ഒരു യാത്രയായിരുന്നു. ഇതൊന്നും പോരാ, വേറെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അനാറ്റമിയൊക്കെ ഉള്ളൊരു ശരീരഭാഗത്തേക്ക് ഓപ്പറേഷന് വേണ്ടി ഇറങ്ങി. ഇപ്പോൾ ഈവൻ ENTയിൽ എടുത്തതിന് ശേഷം ഞാൻ ബേസ് ഓഫ് സ്കൾ സർജറിയിൽ ബോംബെയിൽ പോയി. അവിടെ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വിദഗ്ധനായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. പുള്ളി വന്ന് വേൾഡ് നമ്പർ 1. പുള്ളിയുടെ കൂടെ ഞാൻ പലപ്പോഴും ട്രെയിനിങ്ങും പുള്ളിയുടെ കൂടെ നിന്ന് വർക്കും ചെയ്തിട്ടുണ്ട്. പുള്ളി പോയ നാനാവതി KEM ഹോസ്പിറ്റലൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ബേസ് ഓഫ് സ്കൾ സർജറിയിലോടും. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴും എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതുകൊണ്ടൊന്നും നമുക്കൊരു രോഗത്തെ കീഴ്പ്പെടുത്താനോ ഒരു ആരോഗ്യം തിരിച്ചു കൊടുക്കാനോ ഒരു മനുഷ്യൻ്റെ മുഖത്ത് ഒരു ചിരി കൊടുക്കാനോ സാധിക്കുന്നില്ല. അങ്ങനെയാണ് പലരുമായിട്ടുള്ള സമ്പർക്കത്തിൽ അവസാനം ന്യൂട്രീഷൻ എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിലേക്ക് വന്നു. പക്ഷേ അങ്ങനെ വന്നപ്പോഴും എനിക്കിതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ലായിരുന്നു. അപ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പക്ഷേ അന്ന് ലോകത്തിൽ ഇതിനെപ്പറ്റി പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരേ ഒരു രാജ്യം ഉണ്ടായിരുന്നു, ഓസ്ട്രേലിയയിൽ. ഓസ്ട്രേലിയയിൽ പോയി ഇതിന് വേണ്ടുന്ന ഒരു ഫെലോഷിപ്പ് ഉണ്ട്. ആ ഫെലോഷിപ്പ് എടുത്തപ്പോഴത്തേക്ക് എൻ്റെ കൺസെപ്റ്റ് ആകെ മാറുകയായിരുന്നു. പിന്നെ അതിനെ വെച്ചുകൊണ്ട് ഞാൻ എനിക്കൊന്ന് ഒരു ആഹാര രീതി മാറ്റാനോ ഒരു വിറ്റാമിൻ കൊടുക്കണമെന്ന് പറയുന്ന പ്രത്യേകിച്ചൊരു മരുന്നല്ല. അപ്പം അതിനെ വെച്ച് നോക്കിയപ്പോൾ പലർക്കും പല രീതിയിലുള്ള അത്ഭുതമായ റിസൾട്ട് തിരിച്ചു വരും. കാരണം ആദ്യം ഞാനിത് പറയുമ്പോൾ ആർക്കും വിശ്വാസമില്ല. അപ്പം മരിക്കാൻ പോകുന്ന രോഗികളും ആ സ്റ്റേജിലുള്ള ആൾക്കാരുമായിരുന്നു കൂടുതൽ എൻ്റെ പേഷ്യൻ്റായിട്ട് വന്നത്. അതിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് 20 വർഷത്തിന് ശേഷം. അപ്പോൾ അത് തന്നെ എനിക്ക് തന്നെ ആദ്യമൊക്കെ അത്ഭുതമായിരുന്നു. പിന്നെ ഇത് അത്ഭുതം എനിക്ക് ശാസ്ത്രീയമായി തെളിയിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പുറകെ റിസർച്ചിലൊക്കെ പോയി അങ്ങനെ പോയി. കാരണം എന്നെ ഈ നിലയിൽ ഇവിടെ കൊണ്ടുവന്നത് ശരിക്കും ആരാണെന്ന് ചോദിച്ചാൽ രോഗികൾ തന്നെ. എന്തായാലും ഡോക്ടർ നടത്തുന്ന വലിയ സേവനം ലോകത്തിന് ആവശ്യമാണ്. ഡോക്ടർ ചികിത്സിച്ചുള്ള നമ്മൾ ചില പേഷ്യൻസിനും കൂടി നമ്മൾ പരിചയപ്പെടാം. ഓക്കെ. മാഡത്തിൻ്റെ പേര്? ശ്രീദേവി. എന്ത് ചെയ്യുന്നു? ഞാൻ അഡ്വക്കേറ്റാണ്. എവിടെ വീട്? എൻ്റെ വീട് ട്രിവാൻഡ്രം. എന്തായിരുന്നു അസുഖം? ടോൺസിൽ ക്യാൻസറാണ്. ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ 3rd സ്റ്റേജ് ആയിരുന്നു. പിന്നെ RCCയിൽ പോയി പരിചയമുള്ള ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ട്രീറ്റ്മെൻറ്റും കറക്റ്റായിട്ട് കിട്ടി. 30 റേഡിയേഷൻ കഴിഞ്ഞു, 2 കീമോ കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു ലക്കിയസ്റ്റ് ക്യൂറായി എന്ന് പറഞ്ഞു. പിന്നെ 9 മന്ത്സ് കഴിഞ്ഞപ്പോൾ ഒരു പെയിൻ, ഒരു തണുത്ത മൊഹിത്തോ കുടിച്ചപ്പോൾ തുടങ്ങി. വീണ്ടും CT സ്കാനും
പെറ്റ് സ്കാനും ഒക്കെ എടുക്കുന്നു, കൺഫേം ചെയ്യുന്നു. വീണ്ടും അവർ തന്നെ നോക്കിയിട്ട് പറയുകയാണ് ഇനി സർജറി പോലും എനിക്ക് ഹോപ്പില്ല. അതായത് കീമോതെറാപ്പിയും റേഡിയേഷനും എഫക്റ്റീവ് അല്ല, വീണ്ടും വരും, തൽക്കാലം മാറുന്നു, അസുഖം മാറുന്നില്ല, വീണ്ടും വരും ക്യാൻസർ എന്നാണ് പറയുന്നത്. അതെ, വന്നിരിക്കുന്നു. എൻ്റെ കാര്യത്തിൽ തിരിച്ച് വന്നിരിക്കുന്നു. 9 months കഴിഞ്ഞപ്പോൾ തന്നെ വന്നു. അപ്പോൾ ഞങ്ങൾ പല സോഴ്സിലേക്കും പോയി. അവിടെ തന്നെ അവർ പറയുന്നു ഇനി സർജറി പോലും ഇതില്ല, റോബോട്ടിക് സർജറി ആണെങ്കിൽ ഹെൽപ്ഫുൾ ആകും എന്ന് പറയുന്നു. അതിനും അവർക്ക് ഗ്യാരണ്ടി ഇല്ല, ചെയ്യരുതെന്നാണ് RCCയിൽ പറയുന്നത്. ഞങ്ങൾ വെളിയിൽ ഒക്കെ പലയിടത്തും നോക്കി, എയർലൈനിലും അവിടെ ഇവിടെ ഒക്കെ നോക്കി, ആരും ഒന്നും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറല്ല. അങ്ങനൊരു ഇത് നമുക്കില്ല, സോഴ്സ് ഇല്ല. പിന്നെ ഇമ്മ്യൂണോതെറാപ്പി, അതും ഓർഗൻസ് അടിച്ചു പോകുമെന്ന് പറയണം. അപ്പം അങ്ങനെ എനിക്ക് വേണ്ട. എനിക്ക് ജീവിക്കുന്ന കാലം എനിക്ക് ഭക്ഷണം കഴിക്കണം, സന്തോഷമായിട്ട് കറങ്ങി നടക്കണം, വെള്ളം കുടിക്കണം, കരഞ്ഞിട്ടാണ് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്. ഭക്ഷണം വായിൽ വെക്കുമ്പോൾ ഞാൻ കരഞ്ഞിട്ട് ഇറക്കാൻ പറ്റാതിരിക്കുന്ന ഡോക്ടറെ കണ്ടു. എൻ്റെ കസിൻ തൈറോയ്ഡ് ക്യാൻസർ കഴിഞ്ഞ ആളാണ്. ഡോക്ടർ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? എൻ്റെ കസിൻ ഉണ്ട്, തൈറോയ്ഡ് ക്യാൻസർ കഴിഞ്ഞതാണ്. പുള്ളി ഷാർജയിലാണ്. അപ്പോൾ വന്നപ്പോൾ എന്നെ ഫോഴ്സ് ചെയ്തു ഡോക്ടറെ കാണണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഡോക്ടർ 1 year ആയിട്ട് ഡോക്ടർ ട്രീറ്റ്മെൻറ്റിലാണ് പുള്ളിക്കാരി. അപ്പോൾ എന്നോട് പറഞ്ഞു പോയി കാണണം ചേച്ചി. ഞാൻ പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആലപ്പുഴ വന്നപ്പം പുള്ളിക്കാരി അവിടെയും വന്നു, എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ പറഞ്ഞു ചേച്ചി എന്തായാലും വിടാൻ പറ്റില്ല, ഡോക്ടറെ കണ്ടേ പറ്റൂ. അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഡോക്ടറെ വന്ന് കണ്ടാൽ എന്ത് മാറ്റം വരും എന്ന് നമ്മൾക്കൊരു ഡൗട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് അപ്പോയിൻമെൻറ്റ് എടുക്കുക, ഡോക്ടറെ കാണാം. വന്ന് കണ്ടു. ആ ഒറ്റ ദിവസം മതി നമ്മുടെ അസുഖം മാറാനായിട്ട്. സത്യം പറഞ്ഞാൽ അതെന്താണ് കാരണം? ഡോക്ടർ പറയുന്ന വാക്കുകൾ, ആ ഒരു വാക്ക് തന്നെ നമുക്കൊരു 50% അപ്പോൾ നമ്മളെ രക്ഷപ്പെട്ട് കഴിഞ്ഞു. വിശ്വാസം നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞു. സ്വയം ചികിത്സിക്കാന്നുള്ള ലെവലിലെത്തും. അതെ, ഡോക്ടർ പറഞ്ഞിട്ട് ഫാമിലി ഫുൾ എല്ലാവരും ഹാപ്പിയാണ്. അതുവരെ ഇനി എന്ന് പോകും എന്നുള്ള പേടിയിലായിരുന്നു എല്ലാവരും. മരണവുമായി മുഖാമുഖം കണ്ടുകൊണ്ട് നിന്ന നിമിഷങ്ങളും ദിവസങ്ങളുമായിരുന്നു. ഡോക്ടർ അടുത്ത് എത്തിയപ്പോഴാണ് ആ ഒറ്റ ദിവസം കൊണ്ട് ചേഞ്ച് ആയി. ഫാമിലി എല്ലാവരും കൂടിക്കാഴ്ചയിൽ തന്നെ നമ്മളെ എല്ലാം മാറി. സത്യം, ദൈവം ജീവിക്കാം. ഒരു മെജീഷ്യനെ കൊണ്ടുവന്നു. ദൈവത്തിന് ഡയറക്റ്റ് വരാൻ പറ്റില്ല, അതിന് ഒരു മെജീഷ്യനെ കൊണ്ടുവന്നു എന്നേ പറയാൻ പറ്റൂ. അത്ര വ്യത്യാസമാണ്. അപ്പം തന്നെ അസുഖം മാറി എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് നോക്കിയാലേ അറിയാം എല്ലാം മാറിയെന്ന്. പക്ഷേ നല്ല ഇതുണ്ട്. എൻ്റെ ഫാമിലി എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ചേച്ചിയുടെ അസുഖം ഇനി എന്തെന്ന് ചോദിക്കുമ്പോൾ സിസ്റ്റർ വരെ പറയുന്നത് ചേച്ചിക്ക് ഇപ്പോൾ അസുഖം ഇല്ല, ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. എത്ര ദിവസം ഇവിടെ കിടക്കേണ്ടി വന്നു? എനിക്കങ്ങനെ കിടക്കേണ്ടി 5 ദിവസം കണ്ടിന്യൂസ് വൈറ്റമിൻസ്, ആ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഡോക്ടർ പറയുന്നത്. അത് ഞാൻ എടുക്കുന്നുണ്ട്. ഞാനിപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം വന്ന് കസിൻ്റെ അടുത്ത് നിന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. ഡയറക്റ്റ് ഡ്രൈവ് ചെയ്താണ് വരുന്നത്. അതായത് നമ്മൾ ജീവിച്ചിരിക്കില്ല എന്ന സ്ഥലത്താണ് സ്വയം ഡ്രൈവ് ചെയ്ത് കൂളായി ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. ഇപ്പം ക്യാൻസർ എന്ന് പറയുന്ന സംഭവം റേഡിയേഷനും വേണ്ട, കീമോതെറാപ്പിയും വേണ്ട, ന്യൂട്രീഷൻ ചികിത്സ കൊണ്ട് ഡോക്ടർ ചികിത്സ, ഡോക്ടറുടെ സംസാരവും കൂടെ വേണം. പക്ഷേ ഡോക്ടറുടെ സംസാരം, ആത്മവിശ്വാസം സംസാരം ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അത് മസ്റ്റായിട്ട് വേണം. ഡോക്ടർ തന്നെയാണ്, ആ വാക്കുകൾ തന്നെയാണ്. ഇനി ഡോക്ടർ എന്ത് മരുന്ന് വൈറ്റമിൻസ് നമുക്കറിയില്ല, എനിക്ക് അത്രയ്ക്കുള്ള ഇത് സയൻസുമായിട്ട് ബന്ധമില്ല. പക്ഷേ ഡോക്ടറിൻ്റെ വാക്കാണ് എന്നെ രക്ഷിച്ചത്. ഞാൻ ഇനിയും എത്രയോ കാലം ജീവിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. ക്യാൻസർ പേഷ്യൻസിന് ധൈര്യമായി ഡോക്ടർ അടുത്ത് വരാം. 100% ഞാൻ സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റ് എന്നുള്ള രൂപത്തിൽ പൂർണ്ണ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഡോക്ടറെ, ഇപ്പം അഡ്വക്കേറ്റ് ശ്രീദേവി പറഞ്ഞ ഒരു സംഭവം വെച്ചിട്ട് കീമോതെറാപ്പിയും വേണ്ട, റേഡിയേഷനും വേണ്ട എന്നാണ് പറഞ്ഞത്. ക്യാൻസർ മാറണമെങ്കിൽ റേഡിയേഷനും കീമോതെറാപ്പി ഉണ്ടെങ്കിലേ അസുഖം മാറുള്ളൂ എന്നുള്ള ഒരു അന്ധമായ വിശ്വാസമാണ് ക്യാൻസർ വന്നവരെല്ലാം അല്ലെങ്കിൽ വരാൻ പോണവരെല്ലാം വിശ്വസിക്കുന്നത്. ഇവരുടെ അനുഭവം എന്താണ് യഥാർത്ഥത്തിൽ ഡോക്ടർ പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ എല്ലാ ചികിത്സയും കഴിഞ്ഞതിന് ശേഷം റിക്കവർ ചെയ്യുമ്പോൾ ഒരു മനസ്സിന് അപ്പോൾ ഓൾറെഡി ബോധ്യമായി എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. പിന്നെ രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഇനി അടുത്തത് എന്നുള്ള ഒരു സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. ഇത് തന്നെയാണ് എന്നെ മാറി ചിന്തിപ്പിച്ചത്. ഇതിനപ്പുറത്തിനി ഒന്നുമില്ല. അപ്പുറത്ത് ഇല്ലെങ്കിൽ പിന്നെ എന്താ, ബാക്കിയുള്ള മൃഗങ്ങളെങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു നോട്ടത്തിലാണ് തിരിച്ചു വന്ന് ബേസിക്സിലോട്ട് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, ബേസിക് കെമിസ്ട്രിയിലേക്ക് പോയി. ശരീരം നമ്മൾ പ്രവർത്തിക്കുന്നത് കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ്. ഈ കെമിക്കൽ റിയാക്ഷൻസ് നടക്കണമെന്നുണ്ടെങ്കിൽ ഫാർമക്കോളജിക്കൽ ഡ്രഗ്സിന് യാതൊരു ആക്ഷനും ഇല്ല. അതിന് വേണ്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസാണ്. നമുക്ക് വേണ്ടുന്ന കെമിക്കൽസ് ആണ് നമ്മുടെ ന്യൂട്രിയൻസ് എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ അതിനെ കൊടുത്തു കഴിയുമ്പോൾ ഇത് പലതിനും സൊല്യൂഷനുണ്ട്.
ഇപ്പം എനിക്കൊന്ന് അഡ്വക്കേറ്റ് ശ്രീദേവിയുടെ ത്രോട്ടിൽ ക്യാൻസർ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നോക്കിയാൽ ശരീരത്തിൻ്റെ ഒരു 5-10% ഏരിയയിൽ ക്യാൻസറുണ്ട്. ബാക്കി 90% നോർമലായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഭാഗത്തിന് വേണ്ടുന്നത് കൊടുത്താൽ അവർ ടേക്ക് ഓവർ ചെയ്തില്ലേ. അതാണ് സംഭവിച്ചത്. അപ്പോൾ മനസ്സ് ഹാപ്പിയാവും. മനസ്സ് വിചാരിച്ചാൽ പിന്നെ ഒരു അസുഖവും അവിടെ നിൽക്കില്ല. മനസ്സ് വിചാരിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിന് ബോധ്യം വരണം ശരീരത്തിന് ആവശ്യമുള്ളത് കിട്ടണം എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് 2 ശരിക്കും ക്ലിയർ പോയിൻ്റാണ്. ഒന്ന് ഹോപ്പ്. ആ ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ ഹോപ്പിൻ്റെ കൂടെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബിലീഫ് ലെവൽ വരും. വിശ്വാസം. ഹോപ്പിൻ്റെ പുറത്ത് ബിലീഫ് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം പറഞ്ഞ് ഞാനൊരു കീമോയാണ് കൊടുത്തതെങ്കിൽ ആ മൈൻഡ് വിശ്വസിക്കത്തില്ല. കാരണം മൈൻഡ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതേസമയം അതിന് പകരം ഞാൻ തിരിച്ചായത്. കാരണം ശരീരത്തിന് ആവശ്യമുള്ള കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് മനസ്സ് ഹാപ്പിയായി. ഹാപ്പി എന്ന് വെച്ചാൽ ബിലീഫിൽ വരുന്നത്. കാരണം ഒരു ട്രാപ്പിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഒരു അസുഖം വന്ന് ഒരു മാരകമായ രോഗം വന്നിട്ട് ഇനിയും രക്ഷയില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ഹോപ്പ് വന്നു. ഹോപ്പ് വന്നപ്പോൾ പിന്നെ ആവശ്യമുള്ളത് വരുന്നു. മൈൻഡ് പിന്നെ ഫുൾ ആക്ഷനായി. ദാറ്റ്സ് ഓൾ. കാരണം 51 വയസ്സ്. കാരണം ഒരു മനുഷ്യ ആയുസ് എന്ന് പറയുന്നത് 127 വയസ്സാണ്. 51 വയസ്സെന്ന് പറയുമ്പോൾ മിഡിൽ ഏജ് പോലും ആയിട്ടില്ല, ചെറുപ്പമാണ്. അപ്പോൾ ഈ ഒരു കാലത്ത് ഒരു ക്യാൻസർ വന്ന് സഫർ ചെയ്യാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിക്കൽ സയൻസ് പുസ്തകം പറയുന്നില്ല. കാരണം ഒരു ജീവചരിത്രം നോക്കിയാലും എന്ത് നോക്കിയാലും ഒരു 80-90 വയസ്സിലൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു ക്യാൻസർ വന്നാൽ ഞാൻ പറയും ചികിത്സിക്കുക പോലും വേണ്ട. അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്താൽ മതി. ഇപ്പോൾ ചികിത്സിക്കാൻ ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷേ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കണ്ടുപിടിക്കാൻ പോകുന്നത് ക്യാൻസർ പോലും. അപ്പോൾ എന്ന് പറയുന്നവരേ ഉള്ളൂ. ഇപ്പോൾ അഡ്വക്കേറ്റ് ശ്രീദേവിക്ക് സംഭവിച്ചത് തന്നെയാണ്. യങ്ങർ ഏജിലൊരു ക്യാൻസർ വരുന്നു. എന്തുകൊണ്ട് എനിക്ക് ക്യാൻസർ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് യാതൊരു പിടിയില്ല. അതേസമയം സ്മോക്ക് ചെയ്യുന്നവരുണ്ട്, കള്ളുകുടിക്കുന്നവരുണ്ട്, എന്തെല്ലാം വൃത്തികേട് കാണിക്കുന്നവർക്ക് ക്യാൻസർ വരാതെ വൈ ദിസ് ക്യാൻസർ ഗോട്ട് ഇൻ ടു മീ എന്നുള്ള ചോദ്യത്തിന് പോലും പലപ്പോഴും ആർക്കും ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്ന ആർക്കും പക്ഷേ അതിൻ്റെ കാരണം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ശരീരത്തിലെ മെക്കാനിസം ഫെയിൽ ചെയ്തു. ആ മെക്കാനിസം കറക്റ്റ് ചെയ്യണമെങ്കിൽ മരുന്നുകൾക്ക് സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ട്. കാരണം ഒന്ന് പിടിച്ചു നിർത്താൻ തൽക്കാലം. ഈ ഗ്യാപ്പിൽ നമ്മൾ ബാക്കിയുള്ളത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഒരു ജോലി ആ ഭാഗം മാത്രമേ ഉള്ളൂ. അവിടെ ആ മനസ്സിനെ ഒന്ന് മനസ്സിലാക്കുക. അപ്പം നേരത്തെ തന്നെ അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ നേരത്തെ പലരും പറഞ്ഞപ്പോൾ അത്രയും വിശ്വാസം തോന്നിയില്ല. കാരണം നമ്മുടെ മനസ്സിലെ വിശ്വാസം അങ്ങനെയാണ്. ഒരു അസുഖം വന്നാൽ മരുന്ന് കഴിക്കുക എന്നാണ് കോൺസെപ്റ്റ്. അങ്ങനെയാണ്. അസുഖം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചത്. ഞാനിപ്പോൾ അസുഖം കണ്ടുപിടിക്കാനേ പോകുന്നില്ല. കണ്ടുപിടിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. അവർക്ക് എന്താണ് പ്രയാസം, ആ പ്രയാസങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ബുദ്ധിയിൽ തോന്നുന്നത് പറഞ്ഞു കൊടുക്കുക. അപ്പം അതുകൊണ്ട് ജീവിതം നേരെയാവും. പലരുടെയും ജീവിതം എന്ന് വെച്ചാൽ ഹെൽത്ത് ബിക്കംസ് ഗുഡ്. ഹെൽത്ത് നന്നായി കഴിഞ്ഞാൽ അസുഖം. ഹെൽത്ത് നന്നായി വെച്ചാൽ ഇമ്മ്യൂൺ സിസ്റ്റം നന്നായി. നേരത്തെ പറഞ്ഞാൽ ഇമ്മ്യൂണോതെറാപ്പി, അതൊക്കെ ബോഡിക്ക് അറിയാൻ വയ്യാത്ത എന്ത് തെറാപ്പിയാണ് വേറെ പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റുന്നത്. ശരീരത്തിനെല്ലാം അറിയാം. എന്നുവെച്ചാൽ മനസ്സിനെല്ലാം അറിയാം. ശരീരത്തിന് ആവശ്യമുള്ളത് കൊടുത്താൽ മതി. ഇപ്പം നേരത്തെ എനിക്കൊന്ന് സംസാരിച്ച് പലരും പറയുന്ന പോലെ ശരീരത്തിന് എല്ലാം പാചകം ചെയ്യാനറിയാം. ഇന്ന് മനുഷ്യർ കണ്ടുപിടിച്ച് ഏത് മരുന്നുണ്ടാക്കാനും ശരീരത്തിനറിയാം. റോ മെറ്റീരിയൽസ് കൊടുത്താൽ മതി. അപ്പം ആ ഒരു ഭാഗത്തേക്ക്, അതുകൊണ്ടാണ് ആഹാരം ഞാൻ പറഞ്ഞത് മരുന്ന് പോലെ കൊടുക്കേണ്ട ഒരു സാധനമാണ്. ആഹാരമാണ് മരുന്ന്. അതിന് എന്ത് വേണം റിസർച്ചിനും ഭയങ്കര ഓപ്ഷൻസാണ്. റിസർച്ച് ചെയ്ത് പല പല കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഇതെല്ലാം 100% ശരിയാണെന്നുള്ളത് ഞാനീ പറയാം. പലരുടെ അടുത്ത് ചോദിക്കും, ഞാൻ പറയും ഇതെല്ലാം സ്റ്റഡീസ് ഉണ്ട്. ഓൾ ആർ എവിഡൻസ് പ്രൂഫൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ സയൻറ്റിഫിക് മെഡിസിൻ എന്ന് പറയുന്നത് വേറൊരു മെഡിസിൻ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫാർമക്കോളജി അല്ല സയൻറ്റിഫിക് മെഡിസിൻ. കാരണം ന്യൂട്രി ജിനോമിക്സ് ആണ് സയൻറ്റിഫിക്കായിട്ട് മെഡിസിന്. അഡ്വക്കേറ്റിൻ്റെ ശരീരത്തിൻ്റെ മെറ്റബോളിസത്തിനെ റീബാലൻസ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഗുണമൊക്കെ ആ വ്യക്തിക്കാണ് കിട്ടുന്നത്. അത് അവളുടെ അസുഖം ചിലപ്പോൾ പോകുമായിരിക്കും. ഇതിനേക്കാൾ നല്ല സുഖമായിട്ട് ജീവിക്കും. ഇതിനേക്കാളും വലിയ വലിയ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യും. വന്നപ്പോഴുണ്ടായിരുന്ന അവസ്ഥയും ഇപ്പോഴുള്ള അവസ്ഥയും തമ്മിൽ പിന്നെ ഇപ്പോൾ അതിന് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. എന്നിട്ട് പോലും ഡ്രാസ്റ്റിക് ഡിഫറൻസ്. അവർ പറയുന്നത് എനിക്ക് പാറി പറന്ന് നടക്കാനാണ് അങ്ങനെ ആഗ്രഹം. ലൈഫ് അങ്ങനെ എൻജോയ് ചെയ്ത് ഇല്ലെങ്കിൽ പിന്നെ ഞാനെപ്പോഴും പറയുന്ന ഒരു ഒറ്റ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സ്വയം ഒരിടത്ത് റെസ്റ്റ് ചെയ്തുകൊണ്ടല്ല ചികിത്സിക്കേണ്ടത്. ചെയ്യേണ്ടത് മനസ്സറിഞ്ഞ് ചെയ്തുകൊണ്ട്, മനസ്സിലറിയാൻ ശരീരത്തിൻ്റെ കഴിവ്, അതിനനുസരിച്ച് ചെയ്യുക. ആ ചെയ്തുകൊണ്ട് ചികിത്സിക്കുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുമ്പോൾ മാത്രമേ
ശരീരം അതിനനുസരിച്ച് ഉയരത്തുള്ളൂ. അപ്പം അതാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിന് എനിക്കൊന്ന് മേ ബി ഒരു നല്ലൊരു തുടക്കമായിരിക്കും. അത് മെയിൻറ്റെയിൻ ചെയ്ത് അഡ്വക്കേറ്റ് ഇതിനേക്കാളും നല്ല കേസുകളൊക്കെ ബാധിച്ചോ അല്ലെങ്കിൽ പല ലെവലിലോട്ട് പോകേണ്ട വ്യക്തികളാണ്. എന്തായാലും അഡ്വക്കേറ്റ് ശ്രീദേവിയുടെ അനുഭവം എന്ന് പറയുന്നത് ക്യാൻസർ പേഷ്യൻറ്റിനുള്ള ഒരു ഉത്തേജനമാണ്. തീർച്ചയായും ക്യാൻസർ പേഷ്യൻ്റ് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറയുന്നത് ഡോക്ടറല്ല, ശ്രീദേവിയാണ്. അതുകൊണ്ട് തന്നെ 100% ഇവിടേക്ക് വന്ന് ചികിത്സ തേടാം. ക്യാൻസർ എന്ന് പറയുന്നത് മാറാരോഗമല്ല എന്ന് നമ്മളെ കൂളായിട്ട് ഡോക്ടർ പഠിപ്പിക്കുകയാണ്, നമ്മളെ വിശ്വാസം നൽകുകയാണ്. അതിൻ്റെ തെളിവാണ് ശ്രീദേവി. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം.